നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശമരണവും ആഴത്തിൽ ധ്യാനിക്കുന്ന ഹാശായുടെ ക്രമത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. കൈക്കുഞ്ഞുങ്ങളും ബാലരും യൗവനക്കാരും വൃദ്ധരുമെല്ലാം ഒന്നടങ്കം യേശുക്രിസ്തുവിനെ ഓശാന പാടിയതിനു ശേഷമുള്ള ഈ തിങ്കളാഴ്ച എന്താണ് യേശു ചെയ്തത്? നാം വചനാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അവയുടെ പൊരുൾ നമുക്ക് ഓരോരുത്തർക്കും തുറക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും എഫാത്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓശാന ഞായറാഴ്ച ഇരുട്ടിയപ്പോൾ യേശുവും 12 അപ്പോസ്തലന്മാരും യെരുശലേം നഗരിക്ക് പുറത്ത് ബഥാനിയ എന്ന ദേശത്തേക്ക് രാത്രി പാർക്കുവാൻ പോയതായി വിശുദ്ധ മർക്കോസ് 11:11 കാണുവാൻ സാധിക്കും. പിറ്റേന്ന് തിങ്കളാഴ്ച ബഥാനിയയിൽ നിന്ന് യെരുശലേമിലേക്ക് വീണ്ടും ശിഷ്യന്മാരോടൊപ്പം യാത്ര തിരിച്ച യേശു ഒരു സുപ്രധാന കാര്യം ചെയ്യുന്നതായി തുടർന്നുള്ള വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ യാത്രാമധ്യേ അവന് വിശക്കുമ്പോൾ ദൂരെ നിന്ന് കണ്ട അത്തിയുടെ അടുക്കലേക്ക് അവൻ ചെല്ലുന്നു. നിറയെ തളിർത്ത ഇലകളുണ്ടായിരുന്നെങ്കിലും അതിൽ ഫലമൊന്നും കാണാതിരുന്നതുകൊണ്ട് യേശു ആ അത്തിയെ ശപിക്കുന്നു. അത് ഉണങ്ങിപ്പോകുന്നു. ഇത് പല ക്രിസ്തീയ വിശ്വാസികൾക്കും സംശയമുണ്ടാക്കുന്ന ഭാഗമാണ്. എന്തിനാണ് അത്തിയെ അതിൻ്റെ കാലമല്ലാതിരുന്നിട്ടും ദൈവം ശപിക്കുന്നത്? ആദ്യമേ തന്നെ അത്തിയെക്കുറിച്ച് ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ സുഭിക്ഷമായി കണ്ടുകൊണ്ടിരുന്ന ഫലവൃക്ഷങ്ങളാണ് അത്തികൾ. ആയതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രതീകമായിട്ടാണ് അത്തികളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ വൃക്ഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവയിൽ ഇല കിളിർക്കുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ഇല കിളിർക്കുന്നതിന് മുൻപ് തന്നെ ഫലം രൂപപ്പെട്ടു തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇല തളിർക്കുമ്പോഴേക്കും തീർച്ചയായും അവയിൽ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നിശ്ചയം. ഇനി ഒട്ടുമിക്ക ഫലവൃക്ഷങ്ങളെപ്പോലെ അത്തിയുടെ ഫലങ്ങളും ആകമാകും വരെ പച്ച നിറത്തിലായിരുന്നതിനാൽ ഇവയെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇലകളിൽ നിന്ന് പെട്ടെന്ന് വേർതിരിച്ചറിയുവാൻ പ്രയാസമാണ്. ഏതായാലും ഒന്ന് ഇവിടെ മനസ്സിലാക്കണം. ഏത് കാലമായിരുന്നാലും ഇല തളിർത്തിട്ടുണ്ടെങ്കിൽ അത്തിയിൽ ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് യേശു വിശന്നപ്പോൾ ആ ഇല തളിർത്തിരുന്ന അത്തിയുടെ അടുക്കിലേക്ക് ചെന്നത്. എന്നാൽ ഇവിടെ ആ ഇലകൾ അത്തിയുടെ പൊയ്മുഖം മാത്രമായിരുന്നു. അവയിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇലകളല്ലാതെ ഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിശന്നതുകൊണ്ട് മാത്രമല്ല യേശു അവിടേക്ക് വന്നതെന്ന് തീർച്ചയാണ്. ആ അത്തിയുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാട്ടുന്നതിലൂടെ അവന് നമ്മോട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കാനുമുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് കടക്കാം. അത്തിവൃക്ഷം ഇസ്രായേലിൻ്റെ പ്രതീകമാണെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. എങ്കിൽ ഇവിടെ ഈ അത്തിമരം പുതിയ നിയമ ഇസ്രായേലായ നാം ഓരോരുത്തരുടെയും പ്രതീകമാണ്. ഇനി അത് അത്തിയുടെ കാലമായിരുന്നില്ല എന്ന് സുവിശേഷകൻ പ്രസ്താവിക്കുമ്പോൾ നാമും ദൈവത്തിൻ്റെ കാലമനുസരിച്ചും പദ്ധതി അനുസരിച്ചും കൽപ്പന അനുസരിച്ചുമാണോ മുൻപോട്ട് പോകുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതോ നാം ഈ അത്തിയെപ്പോലെ ദൈവിക കാലവും പദ്ധതിയുമെല്ലാം തെറ്റി ഓടുന്ന മനുഷ്യരാണ്? ഹൃദയത്തിൻ്റെ ആഴങ്ങൾ അറിയുന്ന യേശു ഇന്നേ ദിവസം നമ്മുടെ അരികിൽ വന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നാം ആകുന്ന അത്തിയിൽ അവൻ എന്തായിരിക്കും കാണുക? വെറും ഇലകൾ മാത്രമോ അതോ ഫലങ്ങളോ? പുറമേ നിന്ന് നോക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും നോമ്പ് തോൽക്കുന്നവരും സുവിശേഷം പ്രസംഗിക്കുന്നവരും ആത്മീക ഗീതങ്ങൾ ആലപിക്കുന്നവരെല്ലാം ആകുന്നു. എന്നാൽ അകത്തട്ടിലേക്ക് നോക്കുമ്പോൾ യാതൊരു ആത്മീക ഫലങ്ങളും ഇല്ലാത്ത വരണ്ട മരുഭൂമികളാണ് നമ്മിൽ പലരും. അകമേ ജീർണിച്ച് നാറ്റം വമിക്കുന്ന മരിച്ചവരെ പോലുള്ളവർ. പ്രിയരെ, നാം ഇത്തരത്തിൽ പുറമെ വെള്ളപൂശിയ കല്ലറകളെ പോലെയാണെങ്കിൽ വചനം നമ്മെ കപടഭക്തരെന്നും കള്ളപ്രവാചകരെന്നുമാണ് വിളിക്കുന്നത്. അതെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ ഇപ്രകാരം പറയുന്നു: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. സ്നേഹിതരെ,
അതിനാൽ ഫലമില്ലാത്ത കപടവിശ്വാസികൾക്കും കള്ളപ്രവാചകന്മാർക്കുമുള്ള ന്യായവിധി ഏത് തരത്തിലായിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് യേശു ആ അത്തിയെ ശപിക്കുന്നതിലൂടെയും അത് ഉണങ്ങിപ്പോകുന്നതിലൂടെയും കാണിച്ചു നൽകുന്നത്. ദൈവത്തിൻ്റെ കാലവും പദ്ധതിയും നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കപടമായ ആത്മീക പ്രകടനങ്ങളും പൊള്ളത്തരങ്ങളും കൊണ്ട് നമ്മുടെ വേരുകളിലും ഈ ശാപം കെട്ടിക്കിടക്കുന്നുണ്ട്. എന്നാൽ ഞാനും നീയുമാകുന്ന അത്തികൾ ഏൽക്കേണ്ടിയിരുന്ന ആ ശാപത്തെ നമ്മുടെ വേരുകളിൽ നിന്ന് എടുത്തു മാറ്റി കർത്തൻ സ്വയമേ ഏറ്റെടുത്തുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ശാപഗ്രസ്തനായി നമ്മുടെ പാപങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് അവൻ ക്രൂശിൽ കിടക്കുകയാണ്. എനിക്ക് ദാഹിക്കുന്നുവെന്ന് അവൻ ആ ക്രൂശിൽ നമ്മെ നോക്കിക്കൊണ്ട് ഉറക്കെ പറയുന്നുണ്ട്. പ്രിയരെ, അവൻ്റെ ദാഹം എനിക്കും നിനക്കും വേണ്ടിയാണ്, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. നാം ആത്മീക ഫലങ്ങളാൽ നിറഞ്ഞു തുളുമ്പുന്ന അത്തികളാകുവാൻ വേണ്ടിയാണ്. ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ കപടതകളെ വിട്ടെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. അവൻ്റെ ക്രൂശിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. അവൻ്റെ നിർമ്മല സ്നേഹം നമ്മിലേക്ക് ഇന്നൊഴുകട്ടെ. അവൻ്റെ നിഷ്കളങ്ക രക്തം നമ്മിലേക്ക് ഇന്ന് ചേരട്ടെ. ഒരു ഭാഗികമായ ക്രിസ്തീയ പ്രകടനങ്ങളും നമ്മെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാക്കുന്നില്ല. ആത്മീക ഫലമാണ് നാം ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ ഒരേ ഒരു തെളിവ്. ബെഥാനിയയിൽ നിന്ന് രണ്ടാമതും യേശു യെരുശലേമിലേക്ക് പോയതുപോലെ ആത്മസമർപ്പണത്തിൻ്റെ തെളിവ് തേടി അവൻ രണ്ടാമത്തെ വരവിൽ വീണ്ടും നാം ആകുന്ന അത്തിയുടെ ചുവട്ടിൽ ഫലമന്വേഷിച്ചു വരുന്ന കാലം ഒട്ടും വിദൂരമല്ല. നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. എന്നെ കരുതിയവൻ സ്നേഹമേ.